കേരളത്തിൽ ആശങ്ക പടർത്തി അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 4.5 മാസത്തിനിടെ മരിച്ചത് 20 പേരാണ്. 100 പേർക്കാണ് രോഗം പിടിപെട്ടത്. സംസ്ഥാനത്തെ മരണനിരക്ക് 24% കുറയ്ക്കാനായിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ മാസം രോഗം പിടിപെട്ട 4-ൽ 3 പേരെയും രക്ഷിക്കാനായില്ല. നെഗ്ലോറിയ ഫൗളേറി, അഗാന്തമീബ എന്നിവയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുന്ന സൂക്ഷ്മജീവികൾ. നെഗ്ലോറിയ ഫൗളേറി മൂലമുള്ള മസ്തിഷ്ക ജ്വരത്തിന് 99%, അഗാന്തമീബ കാരണമാവുന്നതിന് 70 മുതൽ 90%വുമാണ് ആഗോളതലത്തിലെ മരണനിരക്ക്. സംസ്ഥാനത്ത് രോഗം തുടക്കത്തിലെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനാലാണ് മരണനിരക്ക് കുറഞ്ഞു നിൽക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. സംസ്ഥാനത്തെ എലിപ്പനി കഴിഞ്ഞാൽ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ പേർ മരിച്ച രോഗമായി അമീബിക് മസ്തിഷ്ക ജ്വരം. 891 എലിപ്പനി ബാധിതരിൽ 28 പേർ മരിച്ചു. 5745 ഡെങ്കിപ്പനി ബാധിതരിൽ 16 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തണുപ്പില്ലാത്ത തടാകങ്ങൾ, കുളങ്ങൾ, മലിനമായ നീന്തൽക്കുളങ്ങൾ എന്നിവയിലാണ് രോഗകാരണമായ അമീബകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. മൂക്കിലൂടെ പ്രവേശിച്ച് മസ്തിഷ്കത്തെ ബാധിക്കുന്നു. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ദേഹത്തുള്ള മുറിവുകളിലൂടെയും അഗാന്തമീബ നാഡീവ്യൂഹത്തെയും മസ്തിഷ്കത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. തീവ്രമായ പനി, പെട്ടെന്നുള്ള ജ്വരം, തലവേദന, ഛർദി, കഴുത്തുവേദന, ബോധക്ഷയം, വെളിച്ചം കാണുമ്പോൾ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. വേഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ ഉടൻ തന്നെ ചികിത്സ അത്യാവശ്യമാണ്.